إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون عباد الله اتقوا الله حق تقواه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധനയുടെ വെള്ളിയാഴ്ചയാണിത്. ഒരു മാസക്കാലം നിറഞ്ഞു നിന്ന അമലുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വെടിഞ്ഞ ഹറാമുകൾ, അതിലെനിക്ക് തുടരാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും അതിനൊരു തുടർച്ച കൊണ്ടുവരാൻ, അതിനൊരു സ്ഥിരത കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോ മുഅ്മിനും തന്നോട് ചോദിക്കേണ്ടുന്ന സമയമാണിത്. കാരണം മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തന്നു, മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നു, കൂനു അശദ്ദ ഇഹ്തിമാമൻ ലിഖബൂലി അമലികും മിൻകും ബിൽ അമൽ. നിങ്ങൾ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്രമാത്രം സ്വീകാര്യമാണ് എന്നതിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്നതിലാണ് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നു. അതേ സഹോദരങ്ങളെ, ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയത്തിലാണ്. അവന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനുള്ള അടയാളങ്ങളാണോ കഴിഞ്ഞൊരാഴ്ച എന്റെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്? അതല്ല, എന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരസ്കരിക്കുകയാണോ ചെയ്തത്? റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലയോ? അതിന്റെ അടയാളങ്ങളാണോ കഴിഞ്ഞൊരാഴ്ച എന്റെ ജീവിതത്തിലൂടെ എനിക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഓരോ മുഅ്മിനും തന്നോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ മനസ്സിലാക്കിയതാണ് തന്റെ അമലുകൾ, തന്റെ പ്രവർത്തനങ്ങൾ അത് ഏതെങ്കിലും ചില മാസങ്ങളിലല്ല റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിൽ നിന്നും തേടിയത്. പകരം വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ ആ യാഥാർത്ഥ്യം കടന്നു വരുന്നത് വരെ, തന്റെ മരണം തന്നിലേക്ക് വരുന്നത് വരെ, അല്ലയോ മുഅ്മിനെ വഅബ്ദുദ് റബ്ബക, നീ നിന്റെ റബ്ബിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇസ്തിഖാമത്തിനെ കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഒരു മുഅ്മിൻ അവൻ അന്വേഷിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ഇസ്തിഖാമത്തിലാകാൻ എന്നെ സഹായിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് അടിയുറച്ച് നിൽക്കാൻ എനിക്ക് പ്രേരണ നൽകുക എന്നോരോ മുഅ്മിനും ചിന്തിക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഉണർത്തട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനേക്കാൾ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷെ ഒരു വേള ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടാവുകയില്ല എന്നതിലേക്കായിരിക്കും നാം എത്തിച്ചേരുക. നമ്മിൽ പലരും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ആ വഴി സ്വീകരിച്ചതിന് ശേഷം, ആ മാർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇസ്തിഖാമത്തിൽ നാം അനുഭവിച്ച ആ ലദ്ദത്ത്, നാം അനുഭവിച്ച ആ ആസ്വാദനം, അതിൽ നിന്നൊന്ന് വിട്ടുനിന്നപ്പോൾ, ആ വഴിയിൽ ഒരൽപ്പം അലംഭാവം കാണിച്ചപ്പോൾ നമ്മുടെ ഇസ്തിഖാമത്തിന്, നമ്മുടെ സബാത്തിന് ഏറ്റ പോറലുകൾ നാം മറന്നിട്ടുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴിയാണത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ മാർഗമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണ് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നത്, അവൻ പ്രവേശിക്കുന്നത് അറിവ് അന്വേഷിച്ചുകൊണ്ടാണ്, ദീനിന്റെ വിജ്ഞാനം തേടിക്കൊണ്ടാണ്.
ഇൽമ് കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്. സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരും വിശദീകരിച്ചു. അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി നൽകും. അതേ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് ഇസ്തിഖാമത്തിലായിരിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് അടിയുറച്ച് നിൽക്കുവാൻ സാധിക്കുക? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇസ്തിഖാമത്തിലാവേണ്ടത് എന്നറിയാതെ, ആ റബ്ബിനെ കുറിച്ച് അറിയാതെ, ആ റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അജ്ഞതയിലാണെങ്കിൽ, ആ റബ്ബിന്റെ നാമങ്ങളെക്കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരക്കേടിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇസ്തിഖാമത്തിലായിരിക്കുവാൻ സാധിക്കുക? എന്തിനു വേണ്ടിയാണ് നാം ഇസ്തിഖാമത്തിലായിരിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യമില്ലാതെ, ആ സ്വർഗത്തെക്കുറിച്ച് അറിയാതെ, അതിന്റെ വിശാലതയെക്കുറിച്ച് മനസ്സിലാവാതെ, അതിലെ സുഖാനുഭൂതികളെക്കുറിച്ച് അറിവില്ലാതെ, നരകത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ, നരകത്തിലെ ഭയാനകരമായ ശിക്ഷകളെക്കുറിച്ച് ബോധ്യമില്ലാത്തവന് എങ്ങനെയാണ് ഇസ്തിഖാമത്തിലായിരിക്കുവാൻ സാധിക്കുക? എന്തെല്ലാം പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാലാണ് എനിക്ക് അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കുക? എന്തെല്ലാമാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഹറാമായത് എന്നറിവില്ലാത്തവൻ എങ്ങനെയാണ് അവൻ ഇസ്തിഖാമത്തിലായിരിക്കുവാൻ സാധിക്കുക? അതുകൊണ്ടാണ് കുഫാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഹാസത്തോടു കൂടി ചോദിച്ചില്ലേ, വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ. ആ കുഫാറുകൾ ചോദിച്ചു പരിഹാസ്യത്തോടു കൂടി, എന്തേ ഖുർആൻ ഒന്നടങ്കം ഇറങ്ങാത്തത്? തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറങ്ങിയതുപോലെ, ഇൻജീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറങ്ങിയതുപോലെ, മറ്റുള്ള നബിമാർക്ക് മറ്റുള്ള ഗ്രന്ഥങ്ങളും ഏടുകളും ഒരൊറ്റ രൂപേണ ഇറങ്ങിയതുപോലെ എന്തുകൊണ്ടാണ് ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരൊറ്റ പ്രാവശ്യമായി ഇറങ്ങാനത് എന്ന് കുഫാറുകൾ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മറുപടി, കദാലിക്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലെ, അപ്രകാരം തന്നെയാണ് വേണ്ടത്. അതെന്തിനു വേണ്ടിയാണ്? ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയം പിടിച്ചു വെക്കുവാൻ വേണ്ടിയാണ്. ഓരോരോ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതിന് അനുസൃതമായ ആയത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ താങ്കളുടെ ഹൃദയം അടിയുറച്ചു നിൽക്കും അല്ലാഹുവിന്റെ റസൂലെ. അതിലൂടെ തങ്ങളുടെ ഹൃദയങ്ങൾ, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ ഇസ്തിഖാമത്തിലാകും അല്ലാഹുവിന്റെ റസൂലെ. അതിനുവേണ്ടിയാണ് ലിനുസബ്ബിത ബിഹി ഫുആദക, അതിനുവേണ്ടിയാണ് 23 വർഷക്കാലം എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുനാഫിഖുകൾ ചോദിച്ചു, വഇദാ മാ ഉൻസിലത് സൂറ ഫമിൻഹും മൻ യഖൂൽ, ഒരു സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ, മുനാഫിഖുകളുടെ കൂട്ടത്തിൽ ചോദിക്കുന്ന ആളുകളുണ്ട്, അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിപ്പിച്ചത്? ആർക്കാണ് അവരുടെ ദൃഢമായ വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന് മുനാഫിഖുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി, ഫഅമ്മല്ലദീന ആമനു ഫസാദതുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ, എന്നാൽ മുഅ്മിനീങ്ങൾ, വിശ്വാസം തങ്ങളുടെ ഹൃദയങ്ങളിൽ പുൽകിയവർ, സാദതുഹും ഈമാന, അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട്, വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുന്നുമുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഓരോ ആയത്ത് പഠിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നാം കേൾക്കുമ്പോഴും അതിലൂടെ നമ്മുടെ ഈമാനാണ് വർദ്ധിക്കുന്നത്. ഇസ്തിഖാമത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികളുടെ അവസ്ഥകൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടങ്ങളിൽ മക്കയിൽ അവരുണ്ടായിരിക്കുമ്പോൾ നിസ്കാരം നിയമമാക്കപ്പെട്ടിട്ടില്ല, നോമ്പ് നിയമമാക്കപ്പെട്ടിട്ടില്ല, സകാത്തില്ല, ഹജ്ജില്ല. എന്താണ് അവരെ പിടിച്ചു നിർത്തിയത്? തങ്ങളുടെ ജീവന് പോലും ഭീഷണിയുള്ള ആ പരീക്ഷണങ്ങളിൽ പോലും അവരെന്താണ് ഇസ്തിഖാമത്തിലാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഢമായ വിശ്വാസമാണ്, തൗഹീദാണ്, യഖീനാണ്. എന്താണ് അവർക്ക് യഖീൻ നേടിക്കൊടുത്തത്? എന്താണ് അവർക്ക് ഈ ദൃഢമായ വിശ്വാസം നേടിക്കൊടുത്തത്? എന്ത് കാരണമാണ് അവർക്ക് യഖീൻ ലഭിച്ചത്? പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരം അവതരിക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് വരുന്ന മൊഴിമുത്തുകളാ, അതവർ സ്വീകരിച്ചു. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അതവർക്ക് മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതേ മാറ്റമാണ് നമുക്കും വേണ്ടത്. ഇതേ മാറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള നിരന്തരമുള്ള കൂട്ടുകെട്ട്, അവിടുത്തോടൊപ്പമുള്ള നിരന്തരമായുള്ള ഒത്തുചേരലുകൾ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ഉത്ബോധനങ്ങൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ, ഇതാണ് അവരെ പിടിച്ചു നിർത്തിയത്. നാമും ആഗ്രഹിക്കുന്ന അതേ ഇസ്തിഖാമത്തല്ലേ? നാമും പ്രതീക്ഷിക്കുന്നത് അതേ സബാത്തല്ലേ? എങ്കിൽ നാം മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കുമാണ്. പ്രിയമുള്ളവരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങളോട് നമുക്ക് പറയാനുള്ള ഇതാണ്, ഇൽമിലേക്ക് മുന്നിട്ട് വാ, വിജ്ഞാന ശേഖരണത്തിലേക്ക് മുന്നിട്ട് വാ. ഉലമാക്കൾ പറഞ്ഞു തന്നതുപോലെ അൽ ഫിഖ്ഹു ഫിദ്ദീൻ ഇസ്മത്തുൻ മിനൽ ഫിതൻ, ദീനിൽ അവഗാഹം നേടുക എന്നുള്ളത്, വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത് ഇസ്മത്തുൻ മിനൽ ഫിതൻ,
ഫിത്നകളിൽ നിന്നും ശുഭത്തുകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും നിങ്ങൾക്കുള്ള കാവലാൾ, നിങ്ങൾക്കുള്ള സംരക്ഷകൻ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, കൈഫ തക്ഫുറൂന ബില്ലാഹ് വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹ് വഫീകും റസൂലുഹു. നിങ്ങൾ എങ്ങനെയാണ് കുഫാറുകളായി മാറുക? നിങ്ങൾ എങ്ങനെയാണ് സത്യത്തെ നിഷേധിക്കുക? വഅൻതും തുത്ല അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലുഹു. നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഉണ്ട് എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് കുഫാറുകളായി മാറുക? അതേ പ്രിയമുള്ളവരെ, കുട്ടിയൊലിച്ചു വരുന്ന ആ ശുഭത്തുകൾക്ക് നടുവിലും നമുക്ക് താങ്ങാകാനുള്ളത് ഈ ഇൽമാണ്, ഈ വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് നാം ചോദിക്കപ്പെടുന്ന പല സംശയങ്ങളും, വിഭ്രാന്തിയോടുകൂടിയും വിഹലതയോടുകൂടിയും ചോദിക്കപ്പെടുന്ന പല സംശയങ്ങളും ഇൽമുള്ള പണ്ഡിതന്മാർക്ക് മുന്നിലേക്ക് ചോദിക്കപ്പെടുമ്പോൾ പുഞ്ചിരിയോടുകൂടി അല്ലാതെ അവർക്കതിനെ നേരിടുവാൻ സാധിക്കാറില്ല. പുഞ്ചിരിയോടുകൂടി അല്ലാതെ ഇതിലെവിടെയാണ് സംശയമുള്ളത് എന്ന് അവർക്ക് ചോദിക്കാനുള്ളൂ. നമുക്ക് മടങ്ങാനുള്ളത് അള്ളാഹുവിന്റെ കിതാബിലേക്കാണ്. നമുക്ക് അറിവന്വേഷിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നാണ്. അതിന് നാം തയ്യാറാവണം. എങ്കിൽ അടിയുറച്ചു നിൽക്കാൻ അതിനേക്കാൾ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യവുമില്ല എന്നത് നാം തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, അറിവ് കരസ്ഥമാക്കുവാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ട്. നേരിട്ട് വന്ന് പങ്കെടുത്തുകൊണ്ടും അതല്ലാതെ വീട്ടിലിരുന്നു കൊണ്ടും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാലും രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും നേരിട്ട് പങ്കെടുക്കുന്നതിന് ഒരു രണ്ടാം കിടയായിട്ടാണ് കാണാറ്. എൻ്റെ ഗ്രൂപ്പിൽ വരുമല്ലോ, എൻ്റെ ചാനലിൽ അത് പ്രത്യക്ഷപ്പെടുമല്ലോ, അപ്പോൾ കേൾക്കാം. അതിന് രണ്ടാമതൊരു കാരണങ്ങളാണ് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ഒന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാരണം രണ്ട് സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ബോധമാണ്. വീട്ടിലിരുന്നാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് വന്നാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. അത് ശരിയല്ല. നേരിട്ട് വന്ന് മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന ബറക്കത്തൊന്ന് വേറെയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഖൈറൊന്ന് വേറെയാണ്. രണ്ട് കാരണങ്ങൾ അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഒന്നാമത്തേത് പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ ഒന്ന് ഹദീസുകളാണ്. ശരിയാണ്, ഒരു പക്ഷേ നമുക്ക് പറയപ്പെട്ടേക്കാം ഫോണിലൂടെ കേൾക്കുന്നതിനും ആ ഹദീസുകൾ ബാധകമാണെന്ന്. പക്ഷെ അടിസ്ഥാനപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞ് സദസ്സിൽ പങ്കെടുക്കുന്നവർക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മലക്കുകൾ അവരെ പൊതിയും, അള്ളാഹുവിന്റെ സക്കീനത്ത് ഇറങ്ങും, സമാധാനം ഇറങ്ങും, റഹ്മത്ത് അവരെ വലയം ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തന്റെ അടുക്കലുള്ള ആളുകളോട് അവൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വട്ടം കൂടിയിരിക്കുന്ന സഹാബാക്കൾക്ക് നടുവിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്? സഹാബികൾ പറഞ്ഞു, അള്ളാഹു ഓർക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹു യുബാഹി ബികുമുൽ മലായിക ഇന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് മലക്കുകൾക്ക് മുന്നിൽ അഭിമാനം പറയുന്നുണ്ട്. അതുപോലെയുള്ള എത്ര ഹദീസുകളാണ്. രണ്ടാമത്തേത് പ്രിയമുള്ളവരെ, മജ്‌ലിസുകളിലേക്ക് വരുമ്പോൾ ആ മജ്‌ലിസുകൾ, ആ സദസ്സുകൾ നമുക്ക് സമ്മാനിക്കുന്ന നല്ല നല്ല ബന്ധങ്ങളാണ്. അത് വീട്ടിലിരുന്നാൽ ലഭിക്കാവുന്നതല്ല. സാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തുണ്ട്, ശുപാർശയുണ്ട് എന്നത് നാം മറന്നുകൂടാ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു സാലിഹിന്റെ മുഖത്തേക്കുള്ള ഒരു നോട്ടം മതിയാവും ഒരുപക്ഷെ നമ്മുടെ ഈമാൻ നമുക്ക് പുതുക്കിയെടുക്കാൻ. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്, കുല്ലമാ നദർതു ഇലൈഹി, ഞാൻ അവരിലേക്ക് നോക്കുമ്പോഴെല്ലാം ജുദ്ദിദ ലിയൽ ഹുസ്ൻ, ഞാൻ എൻ്റെ നഫ്സിനെ കുറിച്ചുള്ള എൻ്റെ ഖേദം, എൻ്റെ ദുഃഖം അതെനിക്ക് പുതുക്കപ്പെടാറുണ്ട്, അത് വർദ്ധിക്കാറുണ്ട്. വഅഗ്ദബ്തു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ അതിനോട് കോപിക്കാറുണ്ട്. നീ ചെയ്തൊന്നും മതിയായിട്ടില്ല എന്ന് അതിനോട് തന്നെ പറയാറുണ്ട്. എത്ര മുൻഗാമികളാണ് പറഞ്ഞത്. അൽഖാ അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കാണാറുണ്ട്, ഖദ് നവ്വറല്ലാഹു ഖുലൂബഹും ബിൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾ ഈമാനിനെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇദാ റഅയ്തുഹും, ഞാൻ അവരിലേക്ക് നോക്കിയാൽ ഇർതാഹ ഖൽബി, എൻ്റെ ഖൽബ് അതിന് റാഹത്ത് ലഭിക്കും, അതിന് വിശ്രമം ലഭിക്കും എന്ന് പല മുൻഗാമികളും പറഞ്ഞതായി കാണാം. ഇത് വീട്ടിലിരുന്നാൽ ലഭിക്കുന്നതല്ല.
രണ്ടാമത്തേത് പ്രിയമുള്ളവർ, ഒരുപക്ഷെ നമ്മെ പിന്നോട്ട് വലിക്കേണ്ട കാര്യം ചെലവുകളാണ്. ഒരാഴ്ച തന്നെ 2-3 പ്രാവശ്യം പോവാന്ന് വെച്ചാൽ എത്ര ചെലവാണ് ഉണ്ടാവുക? അല്ല വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ടോ, എന്ത് ചെലവഴിക്കുന്നു പറഞ്ഞിട്ടില്ല, എവിടെ ചെലവഴിക്കുന്നു പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നന്മയായ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ടോ ഫഹുവ യുഖ്ലിഫു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വൃഥാവിലാക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് പകരം നൽകും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്, തിരക്കുകൾ മാറ്റിവെക്കാവുന്നതാണെങ്കിൽ അത് മാറ്റിവെക്കേണ്ടത് ഇൽമിന്റെ മജ്‌ലിസുകൾക്ക് വേണ്ടിയാണ്, അറിവിന്റെ സദസ്സുകൾക്ക് വേണ്ടിയാണ്. അത് നമുക്ക് സമ്മാനിക്കുന്നത് ഇസ്തിഖാമത്തും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സാമീപ്യവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ റമളാനിലായാലും അതിന്റെ ശേഷമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. എല്ലാതും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.